എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം ദശകം 7-ലെ 10-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ ആതാമ്രേ ചരണേ വിനമ്രമധത്തം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാ ന സർഗവിധിഭിർബന്ധോപി സഞ്ജായതേ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢ സ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ആതാമ്രേ ചരണേ വിനമ്രമധ തം. ആതാമ്രേ ചരണേ തം. അരുണാഭങ്ങളായ, അതായത് ചുമന്ന അങ്ങയുടെ പാദങ്ങളിൽ, വിനമ്രമധ അധ വിനമ്ര ഉടനെ നമസ്കരിച്ച ആ ബ്രഹ്മാവിൻ്റെ, ഹസ്തേന ഹസ്തേ സ്പൃശൻ കയ്യിൽ പിടിച്ച്, ഭഗവാന്റെ കൈകൊണ്ട് ബ്രഹ്മാവിൻ്റെ കയ്യിൽ തൊട്ടു. മാത്രമല്ല, പിടിച്ചങ്ങോട്ട് എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങനെ പറയാം: ബോധസ്തേ ഭവിത തേ ബോധ ഭവിത, അങ്ങയ്ക്ക് ബോധം, അതായത് യഥാർത്ഥ ജ്ഞാനസിദ്ധി ലഭിക്കും എന്ന്. ന സർഗവിധിഭിർ ബന്ധോപി സഞ്ജായതേ. സർഗവിധി സൃഷ്ടി പ്രവർത്തികൾ കൊണ്ട്, അതായത് സൃഷ്ടികർമ്മങ്ങൾ കൊണ്ട്, ബന്ധ അപി ന സഞ്ജായതേ, ബന്ധം സംജാതമാകുക ഇല്ല. ഇത്യാഭാഷ്യ ഗിരം, ഈ വാക്കുകളാൽ, പ്രതോഷ്യ നിതരാം, നിതരാം പ്രതോഷ്യ ഏറ്റവും സന്തോഷിപ്പിച്ച്, തച്ചിത്തഗൂഢ സ്വയം, സ്വയം തച്ചിത്തഗൂഢ തന്നെത്താൻ ആ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട്, ഗൂഢമായി എന്നർത്ഥം. തം സൃഷ്ടൗ സമുദൈരയ, അങ്ങ് സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു. ഭഗവൻ സ ഉല്ലാഘതാം ഉല്ലാസയ, ഭഗവൻ സ അങ്ങനെയുള്ള ഭഗവാനേ, ഉല്ലാഘതാം ഉല്ലാസയ ആരോഗ്യം വർദ്ധിപ്പിച്ചു തരേണമേ. ഇനി ഈ വാക്കുകളുടെ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അരുണാഭങ്ങളായ പാദങ്ങളിൽ നമസ്കരിച്ച ബ്രഹ്മാവിൻ്റെ കയ്യിൽ സ്വന്തം കൈകൊണ്ട് സ്പർശിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു: അവിടുത്തേക്ക് യഥാർത്ഥ ജ്ഞാനസിദ്ധി ലഭിക്കും, അനുഗ്രഹിക്കുക. സൃഷ്ടികർമ്മങ്ങളാൽ ബന്ധം സംജാതമാകുകയും ഇല്ല. ഈ വാക്കുകളാൽ സന്തുഷ്ടനായി ഭവിച്ച ബ്രഹ്മാവിൻ്റെ മനസ്സിൽ മറഞ്ഞിരുന്നു കൊണ്ട് അങ്ങ് അദ്ദേഹത്തെ സൃഷ്ടികർമ്മത്തിനു വേണ്ടി പ്രേരിപ്പിച്ചു. അപ്രകാരമുള്ള ഹേ ഭഗവാനെ, എന്നിൽ ആരോഗ്യത്തെ പ്രകാശിപ്പിക്കണമേ. കഴിഞ്ഞ ശ്ലോകത്തിൽ കർമ്മബന്ധമുണ്ടാകില്ലേ സൃഷ്ടി നടത്തിയാൽ എന്നൊരു സംശയം ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഉദിച്ചിരുന്നു. സർവന്തര്യാമിയായ ഭഗവാൻ നമ്മളുടെ എല്ലാ ചിന്തകളും അറിയുന്നുണ്ട്. ഈ 7-ാമത്തെ ദശകത്തിൽ 5 ശ്ലോകത്തിൽ തുടർച്ചയായി ഓരോ പ്രാർത്ഥനകളാണ്. ആദ്യം വൈകുണ്ഠലോകം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇനി അതിനുള്ള ഭാഗ്യം എനിക്കില്ലെങ്കിൽ അങ്ങയുടെ സുന്ദരമായ വിഗ്രഹം എൻ്റെ മനസ്സിലങ്ങനെ തെളിഞ്ഞു വിളങ്ങണമേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീടോ എല്ലാ ദശകത്തിലും പറയുന്നത് പോലെ ഹേ ഭഗവാനെ, എൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരേണമേ എന്നും പ്രാർത്ഥിച്ചു. മാത്രമല്ല, ബ്രഹ്മാവിനെ
അനുഗ്രഹിച്ചുല്ലോ. ബ്രഹ്മാവ് വൈകുണ്ഠലോകത്തിൽ ആ ദർശനം കിട്ടിയപ്പോൾ ഭഗവാനെ സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. ഭഗവാനപ്പോൾ എന്താ ചെയ്തേ? ആ ചുമന്നു തുടുത്ത പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ച് കിടക്കുന്ന ബ്രഹ്മാവിനെ തൻ്റെ മൃദുവായ കൈകൾ കൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അനുഗ്രഹിക്കുക. ബന്ധോബി സഞ്ജായതേ, ഒരു ബന്ധങ്ങളും ഉണ്ടാവില്ല, അങ്ങ് സൃഷ്ടി നടത്തിക്കോളൂ എന്ന്. ന സർഗവിധിഭിർ ബന്ധോബി സഞ്ജായതേ. സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി കർമ്മങ്ങൾ. എല്ലാം ചെയ്തോളൂ, ഒന്നിലും ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന്. എങ്ങനെയാണോ അങ്ങ് ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചത്, അതുപോലെ എന്നെയും അനുഗ്രഹിച്ച് എൻ്റെ ഈ രോഗം മാറ്റിത്തരേണമേ ഗുരുവായൂരപ്പ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ പല ശ്ലോകങ്ങളിലും ഹേ വിഭോ എന്ന് പറയുന്നുണ്ട്. സർവവ്യാപിയായ ഭഗവാനെ, അങ്ങ് സർവന്തര്യാമിയാണല്ലോ. അതുകൊണ്ട് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ അങ്ങേക്ക് യാതൊരു പ്രയാസവും ഇല്ലാട്ടോ എന്ന ഒരു സൂചന അവിടെയുണ്ട്. ഏതായാലും ഈ ദശകത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ തന്നെ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരേണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ അവസാനം പ്രാർത്ഥിക്കുന്നത്? ഉല്ലാഘതാം ഉല്ലാസയ, ആ നിന്തിരുവടി എൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ചു തരേണമേ എന്നാണ് ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന. ഹരേ കൃഷ്ണ.